ഷാലോട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബീഫിന്റെ ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തനി നാടൻ ബീഫ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കൊന്ന് നോക്കാം. തനി നാടൻ ബീഫ് ഫ്രൈ ആയതുകൊണ്ട് ഞാൻ കുക്കറിലല്ല ബീഫ് വേവിക്കുന്നത്. ഇതുപോലെ ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളി നല്ലോണം ചൂടായി കഴിഞ്ഞ് ഞാനൊരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലോട്ടിടാം. ബീഫ് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് പൊടികൾ ഇടാം. പൊടികളുടെ എത്രയൊക്കെ വേണമെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സായി കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒരു നാരങ്ങാ നീര് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. അരമണിക്കൂറായിട്ട് അടച്ച് വേവിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വെന്തിട്ടില്ല. കുറച്ച് നേരം കൂടി ഇടേണ്ടി വരും. ഇനി നമുക്ക് കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3/4 മണിക്കൂറായി നമ്മൾ അടച്ച് വേവിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. നോക്കാം. വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. വെന്ത ബീഫ് മാറ്റി കഴിഞ്ഞ് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ. അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് തേങ്ങ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ആക്കാം. ഇപ്പൊ തേങ്ങ ഒന്ന് ഫ്രൈ ആയി തുടങ്ങി. ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അല്ലെ പേസ്റ്റ് ആക്കണ്ട, ഞാൻ ഇപ്പൊ ചതച്ച എടുത്തേക്കുന്നേ. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത് ഇട്ടൊന്ന് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് കീറിയത് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. പച്ചമുളക് ചതച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. കീറിയ പച്ചമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചും കൂടെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ല മണം വന്നു തുടങ്ങി. വെളുത്തുള്ളിയുടെ ഇഞ്ചിയൊക്കെ നല്ല മൂത്ത മണം വന്നു. അപ്പം നമുക്കിനി കൊച്ചുള്ളി ചേർക്കാം. കുറച്ച് സവാളയും കൂടെ. കൊച്ചുള്ളിയും സവോളയൊക്കെ ഒരുവിധം വാടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ല മിക്സായി കഴിഞ്ഞ് ഇനി നമുക്ക് നടുക്ക് കുറച്ച് സ്ഥലത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒന്ന് എണ്ണയിലൊന്ന് ഇച്ചിരി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ആദ്യം ബീഫിനിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ അല്ലാതെ ഇട്ടിട്ടില്ല. അപ്പം അതിന് ഇപ്പം നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇടാം. നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി കഴിഞ്ഞ് നല്ല മണം വരുന്നുണ്ട്. നല്ല കറുത്ത കളറൊക്കെ ആയി ഡ്രൈ ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ
ബീഫ് ഫ്രൈ റെഡിയായി കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ നാടൻ ബീഫ് ഫ്രൈ ഉണ്ടോ, കുക്കറിലൊന്നുമല്ല, ഉരുളിയിലിട്ട് അഴുത്തിയെടുത്ത് നല്ല കറുത്ത കളറിലുള്ള നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്, മറ്റേതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.